നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശയാത്രകൾക്കായി കഴിഞ്ഞ 5 വർഷത്തിനിടെ രാജ്യം ചെലവഴിച്ചത് 558.01 കോടി രൂപയെന്ന് കേന്ദ്ര സർക്കാർ. രാജ്യസഭയിൽ എംപിമാരായ ഡോക്ടർ വി ശിവദാസൻ, സഞ്ജയ് സിംഗ് എന്നിവരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി വിദേശകാര്യ സഹമന്ത്രി പബിത്ര മാർഗരീറ്റയാണ് ഈ കണക്കുകൾ വ്യക്തമാക്കിയത്. നരേന്ദ്രമോദി അധികാരത്തിൽ ഏറിയതിനു ശേഷം അദ്ദേഹം ഏറ്റവും അധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒന്നാണ് അദ്ദേഹത്തിന്റെ വലിയ രീതിയിലുള്ള വിദേശയാത്രകൾ. മോദിയുടെ വിദേശയാത്രകൾ, അതിനുശേഷം അദ്ദേഹം വിദേശയാത്രകൾക്കായി ചെലവാക്കുന്ന തുകയും ഒക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. എന്നാൽ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, ഒരു നേതാവ് എന്തിനാണ് വിദേശയാത്രകൾ നടത്തിയത് എന്ന ചോദ്യം, അല്ലെങ്കിൽ അതുകൊണ്ട് ഈ രാജ്യത്തിന് എന്താണ് പ്രയോജനമുണ്ടായി എന്നത് വ്യക്തമാക്കുന്നതാണ് മാർഗരീറ്റ ഇന്ന് പുറത്തുവിട്ട കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. 2021 മുതൽ 2026 ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ പ്രധാനമന്ത്രിയാകെ 79 രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. ഈ വർഷം ഓഗസ്റ്റ് വരെ മാത്രം പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനങ്ങൾക്കായി 74.59 കോടി രൂപയാണ് ചെലവായിട്ടുള്ളത്. 13 രാജ്യങ്ങളാണ് ഇക്കാലയളവിൽ അദ്ദേഹം സന്ദർശിച്ചത്. ഇതിൽ ഏറ്റവും കൂടുതൽ തുക ചിലവായത് നോർവേ യാത്രയ്ക്കാണ്, 17.47 കോടി രൂപ. ഇസ്രയേൽ സന്ദർശനത്തിന് 11.92 കോടിയും സീഷെൽസ് യാത്രയ്ക്ക് 8.22 കോടി രൂപയും രാജ്യം ചെലവിട്ടിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ വിദേശയാത്രകൾക്കായി ഏറ്റവും കൂടുതൽ തുക പൊടിച്ചത് 2025-ലായിരുന്നു. 23 രാജ്യങ്ങൾ സന്ദർശിച്ച ആ വർഷം മാത്രം 187.83 കോടി രൂപയാണ് ഖജനാവിൽ നിന്നും ചെലവായത്. അതേസമയം പ്രധാനമന്ത്രിയുടെ സന്ദർശനങ്ങൾ വഴി ഇന്ത്യയുടെ നയതന്ത്ര വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തമായെന്നും രാജ്യത്തേക്ക് വൻതോതിൽ വിദേശ നിക്ഷേപം ആകർഷിക്കാൻ സാധിച്ചതായും സർക്കാർ സഭയെ അറിയിച്ചു. 2021 ഏപ്രിൽ മുതൽ 2025 ഡിസംബർ വരെയുള്ള കാലയളവിൽ $381.8 ബില്യൺ റെക്കോർഡ് വിദേശ നിക്ഷേപമാണ് ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത്. നേരിട്ടുള്ള വിദേശ നിക്ഷേപമാണ്. മുൻ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് നടത്തിയ ചില യാത്രകളുടെ വിവരങ്ങളും മറുപടിയിൽ വിദേശകാര്യ മന്ത്രാലയം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിവാദങ്ങൾക്ക് മറുപടി എന്നവണ്ണം കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് നടത്തിയ യാത്രകളുടെ ചെലവും മന്ത്രാലയം പുറത്തുവിട്ടു. 2011 US യാത്രയ്ക്ക് 10.74 കോടിയും 2013 റഷ്യൻ യാത്രയ്ക്ക് 9.95 കോടിയും ചെലവായതായി കേന്ദ്രം ചൂണ്ടിക്കാട്ടി. അതേസമയം പ്രധാനമന്ത്രിയുടെ സന്ദർശനങ്ങൾ വഴി ഇന്ത്യയുടെ നയതന്ത്ര വ്യാപാര ബന്ധങ്ങൾ ശക്തമായെന്നും 2021 ഏപ്രിൽ മുതൽ 2025 ഡിസംബർ വരെയുള്ള കാലയളവിൽ $381.8 ബില്യൺ റെക്കോർഡ് വിദേശ നിക്ഷേപം രാജ്യത്തേക്ക് ആകർഷിക്കാൻ സാധിച്ചതായും സർക്കാർ രാജ്യസഭയെ അറിയിക്കുന്നുണ്ട്. അതായത് മോദി സർക്കാർ വിദേശത്തേക്ക് പല ഘട്ടങ്ങളിലായി പോയതിന് കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നുവെന്നും ആ ലക്ഷ്യങ്ങളൊക്കെ സാധിക്കപ്പെട്ടു എന്നുമുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. റെക്കോർഡ് വിദേശ നിക്ഷേപം രാജ്യത്തേക്ക് ആകർഷിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചതായാണ് കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്.